വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാത്സിലെ LCM ആണ് പഠിച്ചത് അല്ലെ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് HCF ആണ്. HCF എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അല്ലെങ്കിൽ എന്താ മലയാളത്തിൽ പറയാ? HCF എന്ന് പറഞ്ഞാൽ ഉസാഗ എന്ന് പറയും അല്ലെ. HCF അഥവാ ഉസാഗയെ കുറിച്ച്. അപ്പോൾ ലസാഗുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? അതുമായി ബന്ധപ്പെട്ടിട്ട് ടീച്ചർ ടെലഗ്രാം ചാനലിൽ ധാരാളം ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഒന്ന് കണ്ടു നോക്കും, ഒക്കെ ചെയ്തു നോക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ചെയ്തു തുടങ്ങിയാലോ? HCFുമായിട്ട് ബന്ധപ്പെട്ട് 10, 20, 40 മൂന്ന് സംഖ്യകൾ തന്നേക്കാണ്. ഈ സംഖ്യകളുടെ HCF കാണാനാണ് പറയണേ. അപ്പൊ 10, 20, 40 എന്ന് പറയുന്ന മൂന്ന് സംഖ്യകളുടെ HCF. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? രണ്ടോ അതിലധികമോ സംഖ്യകൾ തന്നിട്ടുണ്ടെങ്കിൽ ആ സംഖ്യകളുടെ HCF എന്ന് പറഞ്ഞത് അതിന്റെ ഏറ്റവും വലിയ പൊതുഘടകമാണ്. ഏതാണ് HCF എന്ന് പറയുന്നത്? ഏറ്റവും വലിയ പൊതുഘടകത്തെയാണ് അതിന്റെ HCF എന്ന് പറയുന്നത്. ഏറ്റവും വലിയ പൊതുഘടകമാണ് കേട്ടാ. അതായത് പൊതുവായിട്ട് പോവാൻ പറ്റണം. പൊതുവായിട്ട് പോവാൻ പറ്റില്ലെങ്കിൽ അപ്പം നമ്മൾ ഘടകങ്ങളാക്കളെ അവിടെ നിർത്തണം. അപ്പൊ 10, 20, 40 ഈ 10, 20, 40 പൂർണ്ണമായിട്ടും 10 പോവില്ല മക്കളെ. ഇപ്പൊ 10 ഒരു പ്രാവശ്യം പോവും, ഇവിടെ 2 പ്രാവശ്യം പോവും, ഇവിടെ 4 പ്രാവശ്യം പോവും. ഇനി 1ലും 2ലും 4ലും പൊതുവായിട്ട് പോണത് 1 മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ 1നെ എടുക്കില്ലല്ലോ. അപ്പൊ ഇതിന്റെ 1 മൾട്ടിപ്പിൾ ചെയ്താലോ 1 അതന്നെയല്ലേ ഉത്തരം കിട്ടണേ. അപ്പൊ ഇതിന്റെ HCF എത്രയാ നമുക്ക് ഉത്തരം കിട്ടണേ? HCF 10 കിട്ടണേ. മനസ്സിലായോ? അപ്പൊ 2ഓ 3ഓ നമുക്ക് സംഖ്യകൾ തന്നിട്ട് ആ സംഖ്യകളുടെ HCF കാണാൻ പറഞ്ഞ ആ സംഖ്യകളുടെ പൊതുഘടകം എടുത്തിട്ട് ഏറ്റവും വലിയ പൊതുഘടകം ഏതാണോ അതാണ് ആ സംഖ്യകളുടെ HCF എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കണേ. അപ്പൊ സംഖ്യകളുടെ HCF ക്ലിയർ ആയില്ലേ? അപ്പൊ ആദ്യത്തെ HCF വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അതായത് HCF എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ അതിനെ ഘടകങ്ങളാക്കുക. അപ്പൊ എക്സാമ്പിൾ ഇതുപോലെ ഒരെണ്ണം ചെയ്യാം, പക്ഷെ ചോദ്യം വേറിട്ട് ചെയ്യാം. 35, അതുപോലെ തന്നെ 70, 105. 35, 70, 105 ഇതിന് HCF കാണാനല്ല പറഞ്ഞേക്കണേ. എന്താ ചോദിച്ചേക്കണേ? ഈ മൂന്ന് സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന, ഇതുപോലെ തന്നെ നമ്മൾ LCMൽ ചെയ്തിട്ടുണ്ട് ഇല്ലേ? നിശേഷം ഹരിക്കാവുന്ന. LCMൽ എന്താ ചെയ്തേ? നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്നല്ലേ പറഞ്ഞേ? ഇവിടെ പറയണേ നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും വലിയ സംഖ്യ ഏത് എന്നാണ്. അപ്പൊ 35, 70, 105 തുടങ്ങിയ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും വലിയ സംഖ്യ എന്ന് ചോദിച്ചാൽ നമ്മൾ 35ന്റെയും 70ന്റെയും 105ന്റെയും എന്ത് കാണണം? നമ്മള് HCF ആണ് കാണണ്ടേ. നിശേഷം ഹരിക്കാവുന്ന വലിയ സംഖ്യ എന്ന് പറഞ്ഞാ നമ്മൾ എന്താ കാണണ്ടേ? HCF കാണണം. അപ്പൊ ഇവിടെ 5 പൂല്, 5 പൂമ്പോ 7, 5, 35, 17, 70, 17, 7, 35, സോറി 14, 70, 14, 5, 70, 7, 5, 35, 14, 5, 70, 21 × 5, 105. ഇങ്ങനെയല്ലേ വരിക. ഇനി 7 കൊണ്ട് പൂലോ ഇതിനൊക്കെ ഒരു 7, 7, ഈ 7, 14, 3, 7, 21. അപ്പൊ പൊതുഘടകമായിട്ട് 5ഉം വരുന്നുണ്ട്, 7ഉം വരുന്നുണ്ട്. ഇനി ഇവിടെ പൊതുവായിട്ട് 1 മാത്രമേ ഉള്ളൂ. അപ്പോ 5 × 7, 7, 5, 35 എന്നുള്ളതാണ് ഇതിന്റെ HCF. അപ്പൊ ഇതുകൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 35 ആണ്. ഇനി സംശയമുള്ളവർക്ക് ഒരെണ്ണം കൂടെ ടീച്ചർ ചെയ്യാം. 54, 126, 162 എന്നിവ കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 2 കൊണ്ട് പൂലോ? ഈ 2, 4, 7, 2, 14, 6, 2, 12, 3, 2, 6 അല്ലെ. 8, 2, 16, 2, 2. ഇതുകൊണ്ടൊക്കെ നോക്കുമ്പോ 9 കൊണ്ട് പോവും. 9, 9, 3, 27 അല്ലെ. 9, 7, 63, 9, 9, 51. 9ലും 3ലും 3 പൂച്ചാലും 7 പൂല. അപ്പൊ അതുകൊണ്ട് 9ഉം 2ഉം മാത്രമേ പൊതുവായിട്ടുള്ള ഘടകങ്ങളുള്ളൂ. 9, 2, 18 ഇതിന്റെ HCF. അപ്പൊ സംഖ്യകൾ തന്നിട്ട് ആ സംഖ്യ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന വലിയ സംഖ്യ എന്ന് പറഞ്ഞ HCFും ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തും കാണണം? LCMും കാണണം. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അപ്പൊ ഇവിടെ നമ്മൾ 2 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു, 2 ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഇനി അടുത്ത കാറ്റഗറിയിലേക്ക് വരികയാണ്. അടുത്ത ചോദ്യം ഇതാണ്. അതായത് നമുക്ക് 4 ഒരു ക്വസ്റ്റ്യൻ തന്നു. 4, 7, 25.
എന്നിട്ട് പറയാണ് ഇതിന്റെ HCF കാണാൻ പറയാണ്. 4, 7, 25 HCF അല്ലെങ്കിൽ ഉസാഗ കാണാൻ പറയാം. അപ്പൊ 4ലും 7ലും 25ലും പൊതുവായിട്ട് പോണത് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ പൊതുഘടകം ഇല്ലാത്ത സംഖ്യകൾ ആണെങ്കിൽ ആ സംഖ്യകളുടെ HCF ഒന്നായിരിക്കും എന്ന് പഠിച്ചു വെക്കുക. പൊതുഘടകം ഇല്ലാത്ത സംഖ്യകൾ ആണെങ്കിൽ ആ സംഖ്യകളുടെ HCF എല്ലായ്പ്പോഴും എന്തായിരിക്കും? ഒന്നായിരിക്കും. ഇത്രയും കാര്യം ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം നമുക്ക് കേട്ടോ. അടുത്തത് നോക്കാം. 2 raised to 2 into 3 raised to 2 into 5 raised to 4. അടുത്തതാ 2 raised to 4 into 3 raised to 3 into 5 raised to 2. അടുത്തതാ 2 raised to 7 into 3 raised to 4 into 5 raised to 3. അങ്ങനെ തന്നിട്ട് ഇതിന്റെ LCM കാണാൻ പറയണം. അപ്പൊ HCF കണ്ടപ്പോ നമ്മൾ എന്തെടുത്ത, അതായത് അഭാജ്യ സംഖ്യകളുടെ LCM കണ്ടപ്പോ നമ്മൾ പൊതുവായിട്ടുള്ളത് എടുത്തേതി. അതുപോലെ അഭാജ്യ ഘടകങ്ങളുടെ ഉസാഗ കാണാനും പൊതുവായിട്ടുള്ള ബേസ് നമ്പർ എടുക്കുക. നമ്മൾ പൊതുവായിട്ടുള്ള ബേസ് നമ്പർ ഇവിടെ 2, 2, 2. അപ്പൊ 2 എടുത്തു. 3, 3, 3. അപ്പൊ നമ്മൾ ഇൻറ്റു 3 എടുത്തു. 5, 5, 5. അപ്പൊ നമ്മള് പൊതുവായിട്ടുള്ള ബേസ് നമ്പർ ഒക്കെ എടുത്തില്ലേ? ബേസ് നമ്പറിന്റെ ആധാര സംഖ്യ എന്നൊക്കെ മലയാളത്തിൽ പറയും. ബേസ് നമ്പർ എടുത്തു. എന്നിട്ട് അവയുടെ ഏറ്റവും ചെറിയ പവർ എടുക്കാനാ പറഞ്ഞത്. ഏറ്റവും ചെറിയ പവർ 2ന്റെ ഏറ്റവും ചെറിയ പവർ 2, 4, 7. ഏറ്റവും ചെറിയ പവർ 2. 3ന്റെ 2, 3, 4. ഏറ്റവും ചെറിയ പവർ 2. 5ന്റെ 4, 2, 3. ഏറ്റവും ചെറിയ പവർ എന്താണ്? 2. അപ്പോ ഇതിന്റെ HCF എത്രയാണ്? 2 raised to 2 into 3 raised to 2 into 5 raised to 2. അപ്പൊ 3 സംഖ്യകൾ തന്നിട്ട് ആ സംഖ്യകളുടെ HCF ആണ് ഇവിടെ കാണാൻ പറഞ്ഞത് അല്ലെ. അത് എന്ത് സംഖ്യകളാണ്? അഭാജ്യ ഘടകങ്ങളാണ് അല്ലെ. അപ്പൊ അതിന്റെ ഉസാഗ കാണാൻ പറയുമ്പോൾ പൊതുവായിട്ടുള്ള ബേസ് നമ്പറുകളൊക്കെ എടുത്ത് എഴുതിയിട്ട് ആ ബേസ് നമ്പറുകളുടെ പവർ നോക്കുക. പവർ ഏറ്റവും ചെറുത് HCF-ന് എടുക്കും. പവർ ഏറ്റവും വലുതാണ് നമ്മൾ എന്തിനെടുക്കുക? LCM-ന്. പവർ വലുതാണ് നമ്മൾ LCM-ന് എടുത്തത്. പക്ഷെ ഇവിടെ നമ്മൾ എന്താ എടുത്തത്? ചെറുതാടുത്തത്. അതാണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം ഇതാണ്. അതായത് 33, 75, 61 3 സംഖ്യകൾ തന്നേക്കാണ്. എന്നീ സംഖ്യകളെ ഹരിക്കുമ്പോൾ എന്ത് കിട്ടണം? ശിഷ്ടം 5 കിട്ടണം. ശിഷ്ടം 5 കിട്ടുന്ന, ശിഷ്ടം 5 വരുന്ന വലിയ സംഖ്യ. അപ്പൊ ഒക്കെ വലിയ സംഖ്യയാണ്. HCF പറയുമ്പോ ഒക്കെ വലിയ സംഖ്യ എന്നാണ് ചോദ്യം പറഞ്ഞത് അല്ലെ. അപ്പൊ 33, 75, 61 എന്നീ സംഖ്യകളെ ഹരിക്കുമ്പോ ശിഷ്ടം 5 കിട്ടണ വലിയ സംഖ്യ എന്ന് ചോദിക്കുമ്പോ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഈ ആദ്യം തന്നെ 33ന്നും 75ന്നും 61ന്നും ആ ശിഷ്ടത്തിന്റെ ആ സംഖ്യ അങ്ങോട്ട് കുറയ്ക്കുക. ശിഷ്ടത്തിന്റെ സംഖ്യ 33ന്ന് 5 കുറച്ച എത്ര കിട്ടി? നമുക്ക് 28 കിട്ടി. 75ന്ന് 5 കുറച്ച എത്ര കിട്ടി? 70 കിട്ടി. 61ന്ന് 5 കുറച്ച എത്ര കിട്ടി? 56 കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ? ഈ 28ന്റെയും 70ന്റെയും 56ന്റെയും എന്ത് കാണുക? HCF കാണുക. അപ്പൊ ആദ്യം ഇതിലെല്ലാം 2ല് പോലെ. അപ്പൊ 14 × 2 28, 35 × 2 70, 28 × 2 56. ഇനി അടുത്തത് നോക്കിയേ. ഒക്കെ 7ന്റെ ഗുണിതങ്ങളല്ലേ. അപ്പൊ നമുക്ക് നേരിട്ട് 7ലേക്ക് കടക്കാം. 7 2 14, 7 5 35, 7 4 28. ഇനി 2 5 4 വന്നാണ്. ഇതിന് പൊതുവായിട്ട് പോകില്ലല്ലോ മക്കളെ. പൊതുവായിട്ട് ഒന്നല്ലേ ഉള്ളോ. അപ്പൊ ഇതിന്റെ HCF എത്രയാ നമുക്ക് കിട്ടിയേ? പൊതുവായിട്ട് പോണത് ഏതാ കിട്ടിയേ? 2 × 7 = 14. ഈ 14 അല്ലേ ഇതിന്റെ HCF. അപ്പൊ ഇതിന്റെ ഉത്തരം എത്രയാ? 14. നേരത്തെ നമ്മൾ അവസാന കുറച്ച ശിഷ്ടം പറഞ്ഞപ്പോ ഇവിടെ എന്താ ചെയ്തേ? നമ്മൾ എന്ത് ചെയ്തു? ആദ്യം തന്നെ കുറച്ചു. അതായത് 33, 75, 61 എന്നീ സംഖ്യകളെ ഹരിക്കുമ്പോ ശിഷ്ടം 5 വരുന്ന വലിയ സംഖ്യ എന്ന് ചോദിക്കുമ്പോ നമ്മൾ എന്താ ചെയ്യണ്ടേ? ആദ്യം തന്നെ ആ ശിഷ്ടസംഖ്യ ഓരോ സംഖ്യയിൽ നിന്നും കുറച്ചിട്ട് അതിന്റെ HCF കാണാം. അതായിരിക്കും നമ്മുടെ ഉത്തരം. ഇനി ഒന്നും കൂടെ നമുക്ക് ചെയ്താലോ? ഇതുപോലത്തെ ഒരെണ്ണം കൂടെ ചെയ്തു നോക്കാം. 218, 378,
738 എന്നീ സംഖ്യകളെ ഹരിക്കുമ്പോ എന്ത് വരണം? ശിഷ്ടം 3 വരണ. ശിഷ്ടം 3 വരണ. ശിഷ്ടം 3 വരണ വലിയ സംഖ്യ ഏത്? ശിഷ്ടം 3 വരണ വലിയ സംഖ്യ ഏത്? അപ്പൊ 218 3 കുറച്ച് എത്ര കിട്ടുക? 215 കിട്ടും. 378 3 കുറച്ചാ 375 കിട്ടും. 738 3 കുറച്ചാ 735 കിട്ടും. ഇതിനെയൊക്കെ നമുക്ക് അങ്ങടെ HCF കണ്ടാലോ? 215 375 735 അല്ലെ? ഒക്കെ അവസാനം 5 ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാലോ. അപ്പൊ നമ്മള് എത്രയാണ്? 21 ആവുമ്പോ 4 അല്ലെ? 4 5 20 അല്ലേ വരിക. ഇനി അടുത്തത് 15 ആവുമ്പോ 3 പോവും അല്ലെ? ഇനി 37 ആവുമ്പോ 7 5 35 I 5 25. ഇതാവുമ്പോ 7 ആവുമ്പോ ഒരു പ്രാവശ്യം പോവും. ഇവിടെ ആവുമ്പോ 13 2 പ്രാവശ്യം പോവും. ബാക്കി 25 എത്ര പ്രാവശ്യം പോവും? 5 പ്രാവശ്യം. സോറി, 35 എത്ര പ്രാവശ്യം പോവും? 7 പ്രാവശ്യം. 127 അവര് 100 ഓറഞ്ച് 5 24 5 20 147 അവര് 147 വന്നു അല്ലെ? ഇനി അപ്പൊ നോക്കി നോക്കി ഇത് ഏതിനാ പോവാ? ഒന്ന് കൂട്ടി 4 3 അപ്പൊ 3 പോവും അല്ലെ? 3 പോവാ നോക്കിയേ. 3 പോവാ നോക്ക. 5 45 3 3 15 × 3 45. ഇവിടെ 5 വരിക. 5 25. ഇവിടെ എത്ര വരിക? 25 × 3 75. ഇവിടെ 14 അപ്പോ 3 4 12. പിന്നെ എത്ര വരിക? 9 അല്ലെ? 9 × 3 27. ഇനി പോവില്ല, കാരണം 15-ലും 25-ലും 49-ലും ഇല്ല. അപ്പൊ നമുക്ക് എത്ര കിട്ടിയേ? 15 കിട്ടി. എത്ര കിട്ടിയേ? 15 കിട്ടി. അപ്പൊ ഇത്രയാണ് HCF. അപ്പൊ ഈ 218 378 738 എന്നിവയെ എന്നീ സംഖ്യകളെ ഹരിക്കുമ്പോൾ ശിഷ്ടം 3 കിട്ടുന്ന ഏറ്റവും വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പൊ ഇങ്ങനെ ശിഷ്ടം വരുന്ന എന്ന് പറയുമ്പോൾ ആ ശിഷ്ടം ആദ്യം തന്നെ ഈ സംഖ്യകളിൽ നിന്ന് കുറച്ചിട്ട് അതിന്റെ HCF കണ്ടാൽ മതി. അപ്പൊ അതാണ് അതിന്റെ ആൻസർ. ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്? ഇനി അടുത്ത ചോദ്യം നോക്കാട്ടോ. അതായത് 15 23 31. 15 23 31 മൂന്ന് സംഖ്യകൾ തന്നിട്ട് ഈ സംഖ്യകളെ ഹരിക്കുമ്പോ 3 5 7 എന്നിവ ശിഷ്ടം വരുന്ന ഏറ്റവും വലിയ സംഖ്യ കണ്ട. അപ്പൊ ഓരോന്നും വേറെ വേറെ സംഖ്യ തന്നേക്കണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? 15-ന്ന് എന്ത് കുറയ്ക്കുക? 3 കുറയ്ക്കുക, 12 കിട്ടും. 23-ന്ന് നമ്മൾ 5 കുറയ്ക്കുക, 18 കിട്ടും. 31-ന്ന് നമ്മൾ 7 കുറയ്ക്കുക, 24 കിട്ടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ 12-ന്റെയും 18-ന്റെയും 24-ന്റെയും HCF കാണും. ക്ലിയർ ആയ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? 6 കൊണ്ട് ചെയ്യാം അല്ലെ? 6 2 12, 6 3 18, 6 4 24. അപ്പൊ നമുക്ക് ഇവിടെ HCF എത്ര കിട്ടിയേ? HCF 6 കിട്ടി. ഇതാണ് സംഖ്യ. മനസ്സിലാവുണ്ടോ? അപ്പൊ ഏറ്റവും വലിയ സംഖ്യ അപ്പൊ 15 23 31 എന്നീ സംഖ്യകളെ ഹരിക്കുമ്പോൾ യഥാക്രമം 3 5 7 എന്നിവ ശിഷ്ടം വരുന്ന ഏറ്റവും വലിയ സംഖ്യ എന്ന് ചോദിച്ചു. ഇതുപോലെ ഒരെണ്ണം കൂടി തരാൻ ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ 65, അതുപോലെ തന്നെ 115, അതുപോലെ തന്നെ 94 എന്നീ സംഖ്യകളെ ഹരിക്കുമ്പോ 5 7 10 എന്നിവ ശിഷ്ടമായി വരുന്നത്. അപ്പൊ 65-ന്റെ ശിഷ്ടം 5. അപ്പൊ 65-ന്ന് 5 കുറയ്ക്കുമ്പോ 60 കിട്ടിയിട്ടോ മക്കളെ. 115-ന് 7 വരണേ. 115-ന്ന് 7 കുറച്ചാൽ 108 കിട്ടാം നമുക്ക്. 94-ന്ന് 10 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടി? 84. എന്നിട്ട് ഇതിന്റെ HCF കാണും. ഇതിന്റെ HCF കാണുമ്പോ 2 30 × 2 60, I 2 10, 4 2 8 അല്ലെ? 4 2 8, ഈ 2 4. വീണ്ടും നമുക്ക് 2 കൊണ്ട് ചെയ്യാൻ പറ്റും. 2 കൊണ്ട് ചെയ്യുമ്പോൾ 15 × 2 30. ഇനി 27 × 2 54, 21. അപ്പോഴും ഇവിടെ 3 കൊണ്ട് പോകും. വീണ്ടും 3 കൊണ്ടാവുമ്പോ 3 5 15, 3 9 27, 3 7 21. ഇനി മൂല്യം അല്ലെ? അപ്പൊ ഈ 2 4 4 3 12. ഇതാണ് ആൻസർ. ക്ലിയർ ആയോ? വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. ഇനി അടുത്തത് LCM-ഉം HCF-ഉം കൂടി തരാം. ഇത്ര നേരം നമ്മൾ LCM പഠിച്ചു, HCF പഠിച്ചു. ഇനി LCM-ഉം HCF-ഉം കൂടി തരാണ്. രണ്ട് സംഖ്യയുടെ LCM 24 തന്നു. LCM എത്രയാണെന്ന് തന്നേക്കണേ? 24. അതിന്റെ HCF തന്നേക്കണു. HCF 2.
അങ്ങനെയാണെങ്കിൽ ആ സംഖ്യകളുടെ ഗുണനഫലം എത്രയാന്നാ ചോദിച്ചേക്കണം. ആ സംഖ്യകളുടെ ഗുണനഫലം എത്ര? അപ്പൊ രണ്ട് സംഖ്യകളുടെ ഗുണനഫലം, എന്ന് പറഞ്ഞ ആ സംഖ്യകളുടെ LCM ഇൻറ്റു HCF. വളരെ എളുപ്പ. അപ്പൊ ഗുണനഫലം കിട്ടണമെങ്കിൽ ഈ LCMനെയും HCFനെയും കൂടി ഗുണിച്ചാൽ മതി. അപ്പൊ എത്ര കിട്ടുക ഉത്തരം 48 കിട്ടും. ഇനി രണ്ട് സംഖ്യകളുടെ LCM 72. ഒന്നും കൂടെ ചെയ്യാം. LCM 72, HCF 12. അങ്ങനെയാണെങ്കിൽ സംഖ്യകളുടെ എന്താ ചോദിക്കണേ? ഗുണനഫലം എത്രയാന്നാ ചോദിക്കണേ. ഗുണനഫലം എത്രയാന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഇത് രണ്ടും കൂടി ഗുണിക്കും. 72 ഇൻറ്റു 12 അല്ലെ. ഈ 2 4, 7 2 14, ഓ 2 2, ഓ 7 7. അപ്പൊ എത്ര കിട്ടിയേ? 864. അതാണ് ഇതിന്റെ ഉത്തരം. ക്ലിയർ ആയോ? 864. ഈ മോഡൽ ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത മോഡലിലേക്ക് പോവാണ്. രണ്ട് സംഖ്യകളുടെ LCM 225. അതിന്റെ HCF 15. അതിൽ ഒരു സംഖ്യ, നേരത്തെ നമുക്ക് ഗുണനഫല ചോദിച്ചേ, ഒരു സംഖ്യ തന്നേക്കാണ് 75. അപ്പൊ സെക്കൻഡ് നമ്പർ എത്രയാണെന്ന് ചോദിക്കണം. ഇങ്ങനെ സെക്കൻഡ് നമ്പർ ചോദിക്കുമ്പോൾ രണ്ട് നമ്പറിൽ രണ്ടാമത്തെ നമ്പർ അല്ലെങ്കിൽ ഫസ്റ്റ് നമ്പർ ഏതായാലും ആ നമ്പർ ചോദിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ സെക്കൻഡ് നമ്പർ കിട്ടണമെങ്കിൽ LCM ഇൻറ്റു HCF തന്നേക്കണ നമ്പർ ഏതാണോ ഫസ്റ്റ് നമ്പറോ സെക്കൻഡ് നമ്പറോ ഏതാണ് തന്നേക്കണെന്ന് വെച്ചാൽ അത് എഴുതാം. ഇപ്പൊ LCM എത്രയാ? 225. HCF എത്രയാ? 15. സംഖ്യ എത്രയാ? 75. അപ്പൊ എത്രയാ ഉത്തരം കിട്ടുക? 15 5 അല്ലേ? I 4 20 25, I 5 25. അപ്പൊ എത്ര കിട്ടുക? 45. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അതുപോലെ തന്നെ രണ്ട് സംഖ്യകൾ ഒരെണ്ണം കൂടെ ചെയ്യാം. രണ്ട് സംഖ്യകളുടെ LCM 80. രണ്ട് സംഖ്യകളുടെ HCF 5. അതില് ഫസ്റ്റ് നമ്പർ 25. സെക്കൻഡ് നമ്പർ എത്രയാണെന്നാ ചോദിക്കണം. അപ്പൊ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യും. LCM ഇൻറ്റു HCF ഡിവൈഡഡ് ബൈ ഫസ്റ്റ് നമ്പർ. 5 25 5 പ്രാവശ്യം പോവും. 5 ഇതില് ഒരു പ്രാവശ്യം, 30 6 പ്രാവശ്യവും പോവും. എത്ര കിട്ടി നമുക്ക്? അടുത്ത സംഖ്യ 16 കിട്ടി. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഇത്രയും കാര്യം ക്ലിയർ ആയോ? വളരെ എളുപ്പമാണ്. അതായത് നമുക്ക് എളുപ്പത്തിൽ ഒരു മാർക്ക് കിട്ടാൻ പറ്റിയതാണ്. ഇനി അടുത്തത് ഭിന്നസംഖ്യ. ആ കാറ്റഗറിയും കൂടിയേ നമുക്ക് പഠിക്കാനുള്ളൂ. അതായത് ഭിന്നസംഖ്യ തരാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായി. ഭിന്നസംഖ്യ 2/5, 3/10, 4/15. ആദ്യത്തെ കാറ്റഗറി ആദ്യം LCM കാണാനാ പഠിക്കണേ. നമ്മൾ LCM കാണാൻ പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യാ? ഭിന്നസംഖ്യകളുടെ LCM കാണാൻ പറഞ്ഞ അംശം തൊട്ടാ. അംശം എന്താ സാധനം? മുകളിൽ കിടക്കുന്ന സംഖ്യകളെയാ നമ്മൾ അംശം പറയാ. അംശത്തിന്റെ LCM കാണുക. ബാക്കി താഴെ ഛേദത്തിന്റെ HCF കാണാം. തെറ്റരുതട്ടാ. ഭിന്നസംഖ്യകളുടെ LCM കാണണമെങ്കിൽ അംശങ്ങളുടെ LCM ഡിവൈഡഡ് ബൈ ഛേദങ്ങളുടെ HCF. ഇപ്പൊ 2 3 4 ഇതിന്റെ LCM എത്രയാ? 2. ഓ 2 2 അല്ലെ. 2 4 3 2 6 6 2 12 ആണ് ഇതിന്റെ LCM. ഇനി 5 10 15. 5 10 15. 5 10 15. ഇതിൽ പൊതുവായിട്ട് ഏതാ പോവാ? 5 പോവാ. അപ്പൊ എന്താ? 5 ആണ്. അപ്പൊ 12/5 എന്ന് പറയുന്നതാണ് ഇതിന്റെ LCM. ഇനി നോക്കിയേ 1/2, 2/3, 3/4. ഇതിന്റെ LCM കാണാൻ പറയാണ്. അപ്പൊ അംശങ്ങളുടെ LCM ഇതിന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 1 2 3 പൊതു ഒന്നുമില്ല. അപ്പൊ 3 2 6. ഛേദങ്ങളുടെ 2 3 4. 2 3 4. 2 3 4 എന്ന് പറയുമ്പോ എത്രയാ? 2 3 4. ഇതിന് പൊതുവായിട്ട് വല്ലതുണ്ടോ? HCF ഇല്ല. അപ്പൊ 1. അപ്പൊ നമുക്ക് എത്രയാണ് ഉത്തരം വരിക? 6 ആണ് ഉത്തരം വരിക. അപ്പൊ ഭിന്നസംഖ്യകളുടെ LCM ഇങ്ങനെ കാണും. ഭിന്നസംഖ്യകളുടെ LCM എന്ന് പറഞ്ഞാൽ അംശങ്ങളുടെ LCM ഡിവൈഡഡ് ബൈ ഛേദങ്ങളുടെ HCF ആണ്. ഇനി ഭിന്നസംഖ്യകളുടെ HCF ആണ് കാണാൻ പറഞ്ഞതെന്ന് വിചാരിക്കും. 2/7, 4/5,
8/15. ഇതിന്റെ HCF കാണാനാ പറയണെച്ചാ, അപ്പൊ HCF കാണാൻ പറയുമ്പോൾ മോളില് നമ്മള് അംശങ്ങളുടെ HCF കാണണം. ആദ്യം അംശങ്ങളുടെ HCF കാണും, അതിനുശേഷം ഛേദങ്ങളുടെ LCM കാണും. ഛേദങ്ങളുടെ LCM കാണും. അപ്പൊ അംശത്തിന്റെ HCF 2, 4, 8 അല്ലെ? 2, 4, 8, 2, 4, 8. ഇതിന്റെ HCF എന്താ വരിക മക്കളെ? പൊതുവായിട്ട് 2 മാത്രമല്ലേ പോവുള്ളൂ ഇതില്. ഇപ്പൊ 2 വരും. 7, 5, 15. 7, 5, 15 ആവുമ്പോ 7, 5, 15 അല്ലെ? അപ്പൊ നമ്മൾ എന്താ ചെയ്യണേ? 5, 7, 1, 3. അപ്പോ 3, 5, 15 അല്ലെ? 15 × 7. അപ്പൊ നമുക്ക് എത്രയാ വരിക? 105 വരും. അപ്പൊ 2/105 ആണ് ഇതിന്റെ എന്ത്? HCF. ഇതുപോലെ തന്നെ ഒരെണ്ണം കൂടി നിങ്ങൾ നോക്കി നോക്കിയേ. അതായത് 1/2, 2/3, 3/4, 4/5. ഇതിന്റെ എന്ത് കാണാനാ പറയണേ? HCF കാണാനാ പറയണേ. അപ്പൊ HCF കാണുമ്പോ ആദ്യം അംശങ്ങളുടെ HCF കാണണം. അംശങ്ങളുടെ HCF 1, 2, 3, 4ന്റെ HCF എത്രയാ? 1 ആണ്. പൊതുവായിട്ട് 1 മാത്രമേ ഇതിൽ പോവുള്ളൂ, വേറൊന്നും പോവില്ല. 2, 3, 4, 5. 2, 3, 4, 5. ഇപ്പൊ 2 ഉണ്ട് ഒരു പ്രാവശ്യം. 3, 2, 5. 2, 10, 13, 30. 30 × 2, 60. അപ്പൊ 1/60. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഇത്രയേ ഉള്ളൂ HCF എന്ന് പറയുന്ന ഭാഗം. അപ്പൊ നമ്മൾ ഓരോന്നിന്റെയും 2 ക്വസ്റ്റ്യൻസ് വെച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ അധികം ചോദ്യങ്ങൾ ടീച്ചർ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഭാഗം ക്ലിയർ ആവും. അപ്പൊ LCMഉം HCF എന്ന് പറയുന്ന ഭാഗം നമ്മുടെ ക്ലിയർ ആയിട്ടാ. ഇത്രയേ ഉള്ളൂ. ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യൂ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുമ്പോൾ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും കേട്ടോ.